ടിൻഡർ പ്രൊഫൈൽ അക്ബർ ഖാൻ ഈ ഫിയാൻസെ വൈഫ് ടിൻഡർ ബംബിൾ സ്വൈപ്പ് ചെയ്ത് മാച്ചായി കണക്ട് ആക്കി വളച്ചൊടിച്ച് അതായത് സിംഗിൾ പീപ്പിൾ ഫേസ് ഐ ഡി വെരിഫിക്കേഷൻ ഫസ്റ്റ് ഞാൻ എന്താ ചെയ്യേണ്ടത് അക്ബർ അക്കു എന്നാണ് കിടക്കുന്നത് റിലേഷൻ ഇരിക്കെ തന്നെ ഇങ്ങനെ ചെയ്യുന്നു. അക്ബർ ഖാനെ കുറിച്ചിട്ട് ഒരു വീഡിയോ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ ഫസ്മിന സക്കീറിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. നമ്മുടെ തൊപ്പിയുടെ എക്സ് ഗേൾഫ്രണ്ട് ആണ്. അതുപോലെ തന്നെ അത് കഴിഞ്ഞ ശേഷം ആളുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് പിന്നീട് ഡിവോഴ്സ് ആകുന്ന രീതിയിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആള് ഇപ്പം വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പം നമ്മുടെ യൂട്യൂബിൽ സജീവമാണ്. അതേ സമയത്ത് തന്നെ കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ അക്ബർ ഖാനെ കുറിച്ചിട്ടൊരു വീഡിയോവുമായിട്ട് ഈ ഫസ്മിന വരുന്നത്. അപ്പൊ അതില് കുറച്ച് കാര്യങ്ങൾ അക്ബറിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. നമുക്കറിയാവുന്ന കാര്യമാണ് ടിൻഡറും അരികയും പോലുള്ള ഒരുപാട് ഡേറ്റിംഗ് ആപ്പുകളും കാര്യങ്ങളൊക്കെ ഇപ്പൊ സുലഭമായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ആപ്പുകളില് ഈ പറയുന്ന അക്ബർ ഖാനെ കണ്ടു എന്നും അതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്ന ഒരു കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഫസ്മിന പറയുന്നത്. എന്തായാലും നമുക്ക് എന്താണ് ഫസ്മിന പറയുന്നത് എന്നുള്ള കാര്യത്തിലേക്ക് കടക്കാം. അതേസമയം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അല്ലാണ്ട് നത്തിങ് അൺയൂഷ്വൽ. നമുക്ക് അറിയാനുള്ള ആകാംക്ഷ വളരെ കൂടുതലാണ്. സോ നമ്മൾ ചോദിച്ചു പോകും ഇസ് ദിസ് റിയൽ. നോർമൽ ആയിട്ട് കാണുന്ന ഒരു പേഴ്സൺ നമ്മൾ സ്വൈപ്പ് ചെയ്ത് ഒരിക്കലും റിയൽ ആണോ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് തന്നെ ആ കുട്ടി ചോദിച്ചു ഇസ് ദിസ് റിയൽ എന്ന്. പുള്ളി യെസ് എന്ന് പറഞ്ഞു. അപ്പോൾ ആ കുട്ടിയുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ അടുത്ത ചാറ്റ് ഞാൻ കാണിച്ചു തരാം. ഇവിടെ അടുത്ത ചാറ്റ് എങ്ങനെ വിശ്വസിക്കൂ എന്നുള്ള ഇത്. അപ്പൊ ഹി വാസ് ലൈക്ക് ട്രസ്റ്റ് ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്, അതായത് പുള്ളി ഒറിജിനൽ ആണെന്ന് പ്രൂവ് ചെയ്യാൻ പുള്ളി റെഡിയാണ്. ഐ ഡോണ്ട് നോ ലൈക്ക് എന്തിനാണ് പുള്ളി റെഡിയാവുന്നത്, അല്ല ആസ് ഇൻ എന്താണ് പുള്ളി അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. ലൈക്ക് ബിസിനസ് ഐഡിയാസ്. ബിഗ് ബോസിൽ വെച്ചിട്ട് അനുമോളുമായിട്ടൊക്കെ എന്തൊക്കെ ഇഷ്യൂ ഉണ്ടായിരുന്ന ഒരാളാണ് നമ്മുടെ അക്ബർ ഖാൻ എന്നുള്ളത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ബിഗ് ബോസ് ഉള്ള സമയത്താണ് വരുന്നതെങ്കിൽ അക്ബറിന് പറയാമായിരുന്നു ഈ പറയുന്ന അനുമോളുടെ PR ആണ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് വന്നേനെ. അതായത് ഇതിപ്പം ബിഗ് ബോസ് കഴിഞ്ഞതുകൊണ്ട് തന്നെ ഇപ്പം പ്രത്യേകിച്ചിട്ട് പറയാൻ കാരണങ്ങളൊന്നും ഉണ്ടാവില്ല. കാരണം ഇവര് തെളിവുകൾ അടക്കമൊക്കെയാണ് കുറെ കാര്യങ്ങൾ പറയുന്നത്. ഫസ്മിന പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ടിൻഡറില് ഈ ഫസ്മിനയുടെ ഫ്രണ്ട് ആയിട്ടുള്ള ഒരു പെൺകുട്ടിക്ക് അക്ബർ ഖാന്റെ മെസ്സേജ് വരുന്നത്, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ തമ്മിൽ സംസാരിക്കുന്ന ഒരു കാര്യം ഉണ്ടാവുകയാണ്. ആ സമയത്ത് എന്താണെന്ന് വെച്ചാൽ ഇത് ഒറിജിനൽ അക്കൗണ്ട് ആണോ എന്നുള്ള രീതിയിൽ ഈ കുട്ടിക്ക് സംശയം വരികയാണ്. എന്നിട്ട് അക്ബറിനോട് ചോദിക്കുകയാണ് ഇത് ഒറിജിനൽ ആണോ ആണോ എന്ന് ചോദിക്കണം. അപ്പൊ അതേ സമയത്ത് അക്ബർ അത് ഒറിജിനൽ ആണ് എന്ന് പറയുകയും അതേ സമയത്ത് ഞാൻ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത്, ഒറിജിനൽ അക്കൗണ്ട് ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ ചോദിക്കുകയാണ്. അതേസമയം ടിൻഡറിലാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. അതേ സമയത്ത് ഈ പറയുന്ന അക്ബറിന്റെ അക്കൗണ്ടിന് ടിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും നമുക്ക് പറയാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ആ കുട്ടിക്ക് സംശയമായിട്ടാണ് ചോദിക്കുന്നത്. ബാക്കി കൂടി കേൾക്കാം. തേർഡ് ചാറ്റിൽ അവൾ ട്രസ്റ്റ് എങ്ങനെയാ വരുത്തണ്ടേന്ന് ചോദിച്ചപ്പോഴത്തേക്കും അവൾ പറഞ്ഞത് ഇൻസ്റ്റയിൽ ഒരു റിക്വസ്റ്റ് ഇട്ടാൽ മതി, അക്സെപ്റ്റ് ഒന്നും ചെയ്യുന്നില്ല. ലൈക്ക് നമുക്ക് ഇൻസ്റ്റയിൽ പുള്ളിയുടെ അക്കൗണ്ടിൽ നിന്ന് ആ കുട്ടിയുടെ അക്കൗണ്ടിലോട്ട് റിക്വസ്റ്റ് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ ഇത് രണ്ടും സെയിം ആളാണെന്ന്. ആൻഡ് ഷീ ടോൾഡ് നമ്പർ ഷെയർ ചെയ്യുന്നതിൽ കംഫർട്ടബിൾ അല്ലെന്നറിയാം, അതുകൊണ്ടാണ് ഇത് പറഞ്ഞതെന്ന്. ബട്ട് ഹി വാസ് ഓക്കെ ടു ഷെയർ ഹിസ് നമ്പർ. പുള്ളി പറഞ്ഞു പുള്ളി നമ്പർ ഷെയർ ചെയ്യാൻ ഓക്കെയാണ്. അപ്പം എനിക്ക് വന്നൊരു ഡൗട്ടാണ്, നമുക്ക് എല്ലാവർക്കും വരുന്നൊരു ഡൗട്ടാണ്, ഇത്രയും പബ്ലിക്കലി ഇത്രയും ഇപ്പൊ ഈ ഒരു സ്പോട്ട് ലൈറ്റിൽ നിൽക്കുന്ന ഒരാള് നമ്പർ ഷെയർ ആക്കോ, ഒറിജിനലി നമ്പർ ഷെയർ ആക്കോ എന്ന് നമുക്ക് തോന്നും. ബട്ട് ഈ അക്ബർ ബിഗ് ബോസിൽ വെച്ചിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ അനുമോളൊക്കെ ആയിട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു. എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായതാണല്ലേ. അക്ബർ ടിൻഡറിൽ വെച്ചിട്ട് ഈ കുട്ടി ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് പറയാണ് നമ്പർ ഷെയർ ആക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ലേ, എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരു റിക്വസ്റ്റ് അയച്ചാൽ മതി, അല്ലെങ്കിൽ ഞാൻ റിക്വസ്റ്റ് അയക്കാം, അതിന് തിരിച്ച് ഫോളോ ചെയ്യൂ എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്ന സമയത്ത് അതൊക്കെ അതേപോലെ ചെയ്യുകയാണ്. എന്നിട്ട് അതേപോലെ തന്നെ നമ്പർ ഷെയർ ആക്കാൻ എനിക്ക് ബുദ്ധിമുട്ടില്ല എന്ന് പറയുകയും ഒരു സെലിബ്രിറ്റി അല്ലെങ്കിൽ ഒരു പബ്ലിക് ഫിഗർ ആയിട്ടുള്ള ഒരു വ്യക്തി സ്വാഭാവികമായിട്ടും ഒരു ടിൻഡറിൽ കണ്ടൊരു വ്യക്തി അല്ലെങ്കിൽ എവിടെയാണെങ്കിലും ഒരു 2 മെസ്സേജ് അയച്ച് പരിചയപ്പെട്ട് ആദ്യം തന്നെ നമ്പർ അങ്ങ് കൊടുക്കുമെന്ന് നമ്മൾ വിചാരിക്കില്ല. പക്ഷേ അക്ബർ അവിടെ ഈ പെൺകുട്ടിക്ക് ഒന്ന് പറഞ്ഞ് രണ്ടാമത് തന്നെ ഞാൻ നമ്പർ തരാമെന്ന് പറഞ്ഞ് നമ്പർ കൊടുക്കുന്നു എന്നാണ് പറയുന്നത്. അതായത് ഈ നമ്പർ പിന്നീട് ഫസ്മിന തന്നെ മെസ്സേജ് അയച്ചിട്ട് അത് അക്ബർ ആണെന്ന് കൺഫേം ചെയ്യുന്നൊക്കെയുണ്ട്. അപ്പോൾ അതിലൊക്കെ നമുക്ക് വരുന്നതിന് മുൻപ് തന്നെ അക്ബറിന് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, ഓൾറെഡി ഒരു കല്യാണം കഴിക്കാൻ പോകുന്ന ഒരു കുട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓൾറെഡി ആ കുട്ടി ഇതിൻ്റെ അകത്തേക്കൊക്കെ വന്നതാണ്, ബിഗ് ബോസിലൊക്കെ വന്നതാണ്, കല്യാണമൊക്കെ ഉറപ്പിച്ച് ഏകദേശം അങ്ങനെയുള്ള രീതിയിൽ നിൽക്കുന്ന ആളാണ്. അപ്പം അങ്ങനെ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ടിൻഡറിൽ എന്താണ് കാര്യം എന്നുള്ളത് തന്നെ ഒന്നാമത്തെ ഒരു കാര്യമാണ്. അത് കഴിഞ്ഞ ശേഷം ഈ കുട്ടിക്ക് മെസ്സേജ് അയക്കണ സമയത്താണെങ്കിലും അവർക്ക്, അതായത് അവരോട് ഈ ഞാൻ അക്ബർ ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് വേണമെങ്കിലും ചെയ്യാം എന്നുള്ള രീതിയിൽ, അതായത്
ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്നാണ് ചോദിക്കുന്നത്. അതായത് ഞാൻ പ്രൂവ് ചെയ്യാൻ, അക്ബർ ആണെന്ന് പ്രൂവ് ചെയ്യാൻ എന്ത് ചെയ്യണം എന്നുള്ള രീതിയിൽ സംസാരിക്കണം. അപ്പൊ അതിന്റെയൊക്കെ ആവശ്യം എന്താണ് അക്ബറിനെന്ന് മനസ്സിലാകുന്നില്ല. ഓൾറെഡി അവിടെ ഒരു പെൺകുട്ടി ഉണ്ട്, ഫിനാൻസി ഉണ്ട്. അപ്പോൾ അതേ സമയത്ത് തന്നെ എന്തിനാണ് ഈ പറയുന്ന കാര്യങ്ങളിലേക്ക് പോകുന്നതെന്ന് മനസ്സിലാകുന്നില്ല. അപ്പൊ ആ കുട്ടിക്ക് ആകെ ഇതായി. കാരണം പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഒരു പബ്ലിക് ഫിഗർ ബിഗ് ബോസിലൊക്കെ കണ്ടുള്ള ഒരു വ്യക്തി പറയാണ്, ഞാൻ നമ്പർ തരാം, എനിക്ക് ഒരു പ്രശ്നമില്ല എന്ന് പറയാണ്. ബാക്കി കൂടി കേൾക്കാം. ഷെയർ ആക്കോ എന്ന് നമുക്ക് തോന്നും, ബട്ട് യെസ്, ഹി ഷെയർഡ് ഹിസ് നമ്പർ. അതാണ് ഏറ്റവും കോമഡി ആയിട്ട് എനിക്ക് തോന്നിയത്. അതായത് ഒരു പരിചയമില്ലാത്ത ഒരാള് ഒരു 2 മിനിറ്റ് ചാറ്റിൽ തന്നെ പുള്ളിയുടെ പേഴ്സണൽ നമ്പർ ഷെയർ ചെയ്യാന്ന് വെച്ചാൽ ഐ ഡോണ്ട് നോ വേർ ദിസ് ഗോസ്. ഓക്കെ, അത് കഴിഞ്ഞ് 4ാമത്തെ ചാറ്റ് ഞാനിവിടെ 4ാമത്തെ ഒരു സ്ക്രീൻഷോട്ട് ഇടാം. ഇതിൽ പുള്ളി പറയുന്നുണ്ട്, ലെറ്റ്സ് നോ ഈച്ച് അതർ അല്ലേ? ഓക്കെ, ലെറ്റ്സ് നോ ഈച്ച് അതർ. വൈ ഡു യു ഹാവ് ടു നോ ഹർ? കാരണം പുള്ളിക്കാരിക്ക് ഒരു ബിസിനസ്സോ അല്ലെങ്കിൽ പുള്ളിക്കാരി കൊണ്ട് തനിക്ക് വേറെ ലൈക്ക് ഗെയിനോ അങ്ങനെ ഒന്നുമില്ല. ഷീ ഈസ് എ വെരി നോർമൽ ഗേൾ. അപ്പോൾ ബിസിനസ്സുപരമായിട്ടൊരു ഗെയിനും ഇല്ല, ഒന്നുമില്ല. ഇനി സർക്കിൾ ഇമ്പ്രൂവ് ചെയ്യാനാണെങ്കിൽ പോലും ഐ ഡോണ്ട് നോ വൈ യു ആർ ഗോയിങ് ഇൻ ടു ടിൻഡർ, ഷെയറിങ് യുവർ നമ്പർ. അത് കഴിഞ്ഞിട്ട് അതായത് ഈ പറയുന്ന ടിൻഡർ ആണെങ്കിലും കുറെ ഡേറ്റിംഗ് ആപ്പുകളിൽ പലരും വേറെ രീതിയിൽ, അതായത് ഇതിങ്ങനെ പ്രചരിപ്പിക്കും. അതായത് ഡേറ്റിംഗ് ആപ്പൊന്നും അല്ല ഇത്, പുതിയ പുതിയ ആൾക്കാരെ കണ്ടെത്താനും സംസാരിക്കാനും ബിസിനസ് ഐഡിയ പരിചയപ്പെടുത്താനും ഒക്കെ ആണെന്നുള്ള രീതിയിൽ ഇത് വേറെ രീതിയിലൊക്കെ പ്രചരിപ്പിക്കും. പക്ഷെ ഇതിലൊക്കെ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. അതായത് ഇതൊക്കെ ഡേറ്റിംഗ് ആപ്പാണ്. ഇതിൽ പോകുന്ന ആൾക്കാരും അവരുടെ ഉദ്ദേശം എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് സ്വാഭാവികമായിട്ടും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇവിടെ എന്തിനാണ് അക്ബർ ഇങ്ങനെ പോകുന്നത്? അത് മാത്രമല്ല, ഇങ്ങനെ ഒരു ബന്ധവുമില്ലാത്ത ഒരു പെൺകുട്ടിയോട് ഇത്രയും ക്ലോസ് ആയിട്ട് ഇത്രയും പെട്ടെന്ന് തന്നെ സംസാരിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ നമ്പർ കൊടുക്കുക, ഇതിനൊക്കെ ആവശ്യം എന്താണ് എന്നാണ് ചോദിക്കുന്നത്. അത് ന്യായമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ അല്ലേ? സോ അല്ലെങ്കിൽ പുള്ളിക്കാരി കൊണ്ട് തനിക്ക് വേറെ ലൈക്ക് ഗെയിനോ അങ്ങനെ ഒന്നുമില്ല. ഷീ ഈസ് എ വെരി നോർമൽ ഗേൾ. അപ്പോൾ ബിസിനസ്സുപരമായിട്ടൊരു ഗെയിനും ഇല്ല, ഒന്നുമില്ല. ഇനി സർക്കിൾ ഇമ്പ്രൂവ് ചെയ്യാനാണെങ്കിൽ പോലും ഐ ഡോണ്ട് നോ വൈ യു ആർ ഗോയിങ് ഇൻ ടു ടിൻഡർ, ഷെയറിങ് യുവർ നമ്പർ. അത് കഴിഞ്ഞിട്ട് അവളെ കുറച്ചും കൂടെ അടുത്തറിയാമെന്ന് സംസാരിക്കുന്നു. ഇതൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കാൻ കുറച്ചധികം ബുദ്ധിമുട്ടാണ്. ഇനി നിങ്ങൾ ചോദിക്കും, ഇങ്ങനെയൊക്കെ സംസാരിച്ചുകൊണ്ട് എന്താ പ്രശ്നം എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ടാവും. എൻ്റെ ഒരു ഇതിൽ എന്താന്ന് വെച്ചാൽ, ഹി ഹാസ് എ ഫിയാൻസെ. അതിപ്പോൾ നിങ്ങൾ ബിഗ് ബോസ് എപ്പിസോഡ് കണ്ടിരുന്ന ആൾക്കാർക്ക് മനസ്സിലാവും. പുള്ളിക്കാരി ആ എപ്പിസോഡിൽ വരികയും പുള്ളിനെ കെട്ടിപ്പിടിക്കുകയും അവർ തമ്മിൽ കുറെ പുള്ളി കരയൊക്കെ ചെയ്തായിരുന്നു എന്ന് തോന്നുന്നു, മിസ് ചെയ്തായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അത്രയും ഒരു റിലേഷനിൽ നിൽക്കുന്ന, അത്രയും കമ്മിറ്റ്മെന്റ് കാണിക്കുന്ന ഒരാൾ ടിൻഡറിലൊക്കെ കയറി ഇങ്ങനെ ഒരാളെ പരിചയപ്പെടാം, നമ്പർ കൊടുക്കാൻ ഒറ്റയടിക്ക് എന്ന് പറയുന്നതിലോട് ഞാൻ, അത് സ്വാഭാവികമായിട്ടും നമുക്ക് എല്ലാവർക്കും വേണ്ട ഡൗട്ടാണ്. അക്ബർ എന്തിനാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? അല്ലെങ്കിൽ ഇത് പ്രത്യേകിച്ച് ഇങ്ങനൊരു വിഷയം പറയാൻ വേണ്ടിയിട്ടും ഫസ്മിന് ഇത് പറയാനുള്ള ഏറ്റവും വലിയൊരു കാരണം എന്ന് പറയുന്നത് ഫസ്മിനയുടെ ജീവിതത്തിൽ നിന്നും ഒപ്പിയെടുത്ത കുറെ കാര്യങ്ങൾ, ഇതുപോലുള്ള എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ്. കാരണം അവരുടെ മുൻ ഭർത്താവ് ഓൾറെഡി ഡിവോഴ്സ് ആയി, കാര്യങ്ങളായി എങ്കിലും അവരുടെ ഭാഗത്തു നിന്നും ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ വരികയും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇങ്ങനെയുള്ള ഡേറ്റിംഗ് ആപ്പുകളിലും ഒരുപാട് പെൺകുട്ടികളോട് ചാറ്റ് ചെയ്തതും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ബന്ധങ്ങൾ ഇവർ കണ്ടുപിടിച്ചതും അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുപാട് വീഡിയോസ് ഇവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെതിരെ ഇങ്ങനെയുള്ള ആൾക്കാരെ എക്സ്പോസ് ചെയ്യുന്ന ഒരു രീതിയിലാണ് ഫസ്മിൻ ഇപ്പം കൂടുതലും വീഡിയോ ചെയ്യുന്നത്. അപ്പൊ സ്വന്തം ജീവിതത്തിൽ ഇങ്ങനെ നടന്നത് കൊണ്ട് തന്നെ എത്രത്തോളം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കിത് ബാധിക്കും എന്നുള്ള കാര്യം ഫസ്മിനൊക്കെ നന്നായിട്ട് അറിയാം. ഐ ഡോണ്ട് ബിലീവ് ഇറ്റ്സ് എ നൈസ് ഐഡിയ. പിന്നെ പുള്ളി നമ്പർ ഷെയർ ചെയ്തപ്പോഴത്തേക്കും നമ്മൾ ഒറിജിനൽ ആണോ എന്ന് എന്നെ നോക്കാൻ വേണ്ടിയിട്ട്, ഇത്രയൊക്കെ ആയിട്ടും ഒറിജിനൽ ആണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് വാട്സപ്പ് കയറി നോക്കിയപ്പോഴത്തേക്കും പുള്ളിയുടെ DPയും ഇതും വന്നു. ട്രൂ കോളർ നോക്കി, ട്രൂ കോളറിലും അക്ബർ അക്കു എന്നാണ് കിടക്കുന്നത്. ഓക്കെ, എല്ലാം കഴിഞ്ഞിട്ട് ഷീ വെന്റ് ഇൻ ടു ഹിസ് ഇൻസ്റ്റഗ്രാമിൽ നോക്കി ഇങ്ങനെ പോകുമ്പോഴത്തേക്കും എല്ലാവർക്കും പുള്ളി മാരീഡ് ആണ് എന്ന് അറിയണം എന്നില്ല. പുള്ളീനെ ജസ്റ്റ് അറിയാവുന്ന ആൾക്കാരാണ്, പേഴ്സണൽ ലൈഫ് അറിയാൻ ചാൻസ് ഇല്ലാത്ത ആൾക്കാരും ഉണ്ടാവും. അപ്പോൾ അത് കണ്ടപ്പോഴത്തേക്കും ഷീ സോ ഹർ ഫോട്ടോ. അവളുടെ അക്കൗണ്ട് നോക്കിയപ്പോഴത്തേക്കും പുള്ളീനെ സപ്പോർട്ട് ചെയ്തിട്ടേക്കുന്ന വീഡിയോസും കാര്യങ്ങളും ഒക്കെ കണ്ടു ബിഗ് ബോസിൽ നിന്ന ടൈമിൽ. അപ്പോൾ ഷീ ന്യൂ ഹി വാസ് മാരീഡ്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരാളുണ്ടെന്ന്. ആൻഡ് ദെൻ ഷീ സെൻഡ് ദിസ് ലാസ്റ്റ് കോൺവെർസേഷൻ. അതായത് ഈ പറയുന്ന പെൺകുട്ടി ഈ ഇൻസ്റ്റാഗ്രാമും കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് വ്യക്തമായിട്ട് മനസ്സിലാക്കുകയാണ് ഇവർക്ക് ഓൾറെഡി കല്യാണം കഴിയാൻ പോകുന്നൊരു കുട്ടി ഉണ്ട്. അതുപോലെ തന്നെ ഒരു പെൺകുട്ടിയായിട്ട് കല്യാണമൊക്കെ ഉറപ്പിച്ചേക്കുന്നതാണ്. അതുപോലെ തന്നെ ആ പെൺകുട്ടി നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, ബിഗ് ബോസിൽ പോയ സമയത്ത്
അക്ബറിനെ അത്രയും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തൊരു വ്യക്തിയാണ് ഈ പറയുന്ന ആള്. അത്രയും സപ്പോർട്ട് ചെയ്തായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി അപ്പുറത്തുള്ള സമയത്ത് എന്തിനാണ് ടിൻഡറിലും ഡേറ്റിംഗ് ആപ്പുകളിലും പോയിട്ട് മറ്റുള്ള പെൺകുട്ടികളുമായിട്ട് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നത്? ഇതില് ഒരിക്കലും മോശമായിട്ടുള്ള രീതിയിലൊന്നും എവിടെയും അക്ബർ സംസാരിച്ചിട്ടില്ല. എവിടെയും മോശമായിട്ടുള്ള സംസാരങ്ങളോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. പക്ഷേ ഇവര് പറയുന്ന ഒരു കാര്യം, ഓൾറെഡി ഒരാളുണ്ടല്ലോ, പിന്നെ എന്തിനാണ് ഇങ്ങനെയുള്ള ഡേറ്റിംഗ് ആപ്പിൽ പോയിട്ട് ഇങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് സംസാരിക്കുന്നത്? അതിന്റെ ആവശ്യം എന്താണ്? ഇത് പ്യുവർ ഡേറ്റിംഗ് ആയിട്ടുള്ള ആപ്പുകളാണ് ഇതൊക്കെ. അപ്പൊ അതിന്റെ ആവശ്യമില്ലല്ലോ എന്നാണ് പറയുന്നത്. കാരണം ഇത് നാളെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്ക് പോകും. അപ്പോ ഇപ്പോഴേ ഇവിടെ കണ്ട സമയത്ത് അത് ഫസ്മിന അത് എക്സ്പോസ് ചെയ്യാന്നുള്ള രീതിയിലാണ് പറയുന്നത്. അതുപോലെ തന്നെ അക്ബറിന്റെ അടുത്ത് ഇതേ കാര്യം ഫസ്മിന പറഞ്ഞ് മെസ്സേജ് അയക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഇത് അക്ബർ തന്നെയാണെന്നുള്ള രീതിയിൽ അത് കൺഫേം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അക്ബറിന്റെ നമ്പറും കാര്യങ്ങളൊക്കെ തന്നെയാണെന്നുള്ള രീതിയിൽ. അപ്പൊ അത് എന്തായാലും അക്ബറിന്റെ ഭാഗത്ത് നിന്നും ഞാനിപ്പം നമ്പർ തന്ന കുട്ടിയല്ലേ എന്നുള്ള രീതിയിൽ ചോദിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പൊ അക്ബർ ആണെന്നുള്ള രീതിയിൽ കറക്റ്റായി. അപ്പം എന്നിട്ട് അത് കഴിഞ്ഞ ശേഷം ഫസ്മിന തന്നെ അങ്ങോട്ടേക്ക് പറഞ്ഞു, ഞാനിങ്ങനെ എക്സ്പോസും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്, ഇങ്ങനെയുള്ള ആൾക്കാരെ എക്സ്പോസ് ചെയ്യുന്ന ആളാണെന്നൊക്കെ സംസാരിച്ച സമയത്ത് പിന്നീട് ഈ പറയുന്ന അക്ബറിന്റെ കാര്യത്തെ അക്ബർ തിരിച്ചിട്ടും ഒന്നും സംസാരിക്കാനോ പറയാനോ ഒന്നിനും വന്നില്ല എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞ ശേഷം ആള് ഒരു റിപ്ലൈയോ കാര്യങ്ങളോ കൊടുത്തില്ല. അപ്പോ ഇപ്പൊ എന്തൊക്കെയോ കേൾക്കുന്നുണ്ട്, അക്ബർ ഫസ്മിനെതിരെ കേസ് കൊടുത്തു എന്ന് എനിക്കറിയില്ല. ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. അതായത് കംപ്ലൈന്റ് കൊടുത്തു അങ്ങനെ ഇങ്ങനെയൊക്കെ. പക്ഷെ ഞാൻ എവിടെയും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും എവിടെയാണെങ്കിലും അക്ബറിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെയുള്ള രീതിയിലൊന്നും ഒന്നും കണ്ടിട്ടില്ല. അതായത് ഇതിനെതിരെ ഒരു പ്രതികരണമോ അതിനൊരു റിപ്ലൈയോ ഒന്നും കണ്ടിട്ടില്ല. അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം നമുക്ക് ഓർമ്മയുണ്ടാവും, ഈ എയർപോർട്ടിൽ വെച്ചിട്ടാണെങ്കിലും ഈ പറയുന്ന ഒരു അനുഭവം കാര്യങ്ങളൊക്കെ ഓൾറെഡി നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലെ. അതായത് കണ്ണടയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അതൊരു കോമഡി രീതിയിലാണെങ്കിൽ പോലും പിന്നീട് അതായത് ഭാര്യനെ ശ്രദ്ധിച്ചില്ല എന്ന് പറഞ്ഞിട്ട് അക്ബറിന്റെ ആ ഒരു വീഡിയോസ് കാര്യങ്ങളൊക്കെ ഭയങ്കര വൈറലായിരുന്നു. അപ്പൊ അതിനുശേഷം നമുക്കൊരു അറിയാവുന്നൊരു കാര്യമാണ്, ബിഗ് ബോസിലായിരിക്കുന്ന സമയത്താണ് ഈ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നതെങ്കിൽ വ്യക്തമായിട്ട്, അല്ലെങ്കിൽ ബിഗ് ബോസിലുള്ള സമയത്തായിരുന്നു ഇങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ വരുന്നത് എങ്കിൽ, കുത്തിപ്പൊക്കിയിട്ട് വരുന്നത് എങ്കിൽ അനുമോളുടെ PR ആണെന്ന് പറഞ്ഞിട്ട് ഒഴിഞ്ഞു പറയായിരുന്നു. അപ്പൊ ഇതിപ്പോ അല്ല, എക്സ്പോസ് ആകുന്ന രീതിയിൽ തന്നെയാണ് ഇത് സംഭവം വന്നേക്കുന്നത്. അപ്പൊ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാനും, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട.